അപ്പോൾ യൂട്യൂബിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും എടുത്തിട്ട് ആ ഒരു ട്രെൻഡിങ്ങിനെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞാനതുകൊണ്ടല്ല കേട്ടോ. അപ്പോൾ പറയുന്ന ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് രേണുസുതിയാണ്. അപ്പോൾ രേണുസുതി ഒരു മാർക്കറ്റിംഗ് വാല്യൂ ഉള്ള ലേഡിയാണ് ഇപ്പോഴത്തേത്. അവരും അത് കീപ്പ് ചെയ്യുന്നു, ബാക്കിയുള്ളവരും കീപ്പ് ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഭർത്താവിന് ആദ്യ ഭാര്യ ആ, എന്താണ് എന്തൊക്കെയോ വെളിപ്പെടുത്തി എന്ന് പറയുന്നത്. അപ്പം ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടോണ്ട്, അല്ലെങ്കിൽ അവരൊന്നും ചേരാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ മാരേജ് ചെയ്തത്. അതിൽ ഈ സ്ത്രീ ഇപ്പം വരുന്നത്, ഈ രേണുസുതി ഒരു മാരേജ് ചെയ്തിരുന്നു, അവരുടെ ആദ്യ ഭർത്താവ് വന്നെന്തോ പറഞ്ഞു. അതൊക്കെ നമ്മൾ കേൾക്കേണ്ട ആവശ്യം എന്താ? ഈ സപ്പോസ് ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് പറയുന്നത് വെച്ചാൽ, ഈ സുധി എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ ടി വി അല്ലെങ്കിൽ ഒരു മീഡിയയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കുട്ടികളെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നമ്മുടെ ജനങ്ങളെ പ്രൂവ് ചെയ്തിട്ട് പോയത് രേണു എന്ന് പറയുന്ന സ്ത്രീയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി. അങ്ങനെയാണേലും അല്ലെങ്കിലും ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ എന്തിനാണ് ഇൻ്റർഫിയർ ചെയ്യുന്നത്? അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻ്റർടൈൻമെൻറ്റ് കാണുക, ഇഷ്ടപ്പെടുക, ഇഷ്ടമല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക, വിട്ടുകളയുക. അത്രയേ ഉള്ളൂ. അവരതുകൊണ്ട് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ. അതല്ലേ അതിൻ്റെ ഒരു ശരി. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതല്ലേ?